സേവനം സന്തോഷത്തിന്റെ രഹസ്യമാണ്. ഒരു ദിവസം ഒരാൾ വളരെ ദുഃഖത്തോടെ നടക്കുകയായിരുന്നു. അവന്റെ മുഖത്ത് സന്തോഷമില്ല. വഴിയിൽ ഒരു വയോധികന് സഹായം വേണമെന്ന് അവൻ കണ്ടു. ആ മനുഷ്യനെ ഒരു നിമിഷം നോക്കി നിന്ന് ആ മനുഷ്യന് വേണ്ടുന്ന സഹായങ്ങൾ കൊടുത്തു. സഹായം സ്വീകരിച്ചവൻ പറഞ്ഞു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ മുന്നോട്ട് നടന്നു. അവന്റെ സാഹചര്യങ്ങൾ മാറിയില്ല, പക്ഷെ അവന്റെ മനസ്സ് മാറി. ഒരു ചെറിയ സേവനം ഒരു മനുഷ്യന്റെ ദിവസം മാറ്റും. ലോകം നമ്മോട് പറയുന്നത് സ്വന്തം കാര്യം നോക്കൂ, ആദ്യം നീ സന്തോഷവാനാകൂ. പക്ഷെ നിന്നെ ജീവിതം പഠിപ്പിക്കുന്നത് സ്വാർത്ഥത നിന്നെ ചെറുതാക്കുമെന്നുള്ള സത്യമാണ്. ഈശോ പറഞ്ഞു, നൽകുന്നതിലാണ് സന്തോഷം. അപ്പൊ നമ്മൾ കൊടുക്കുന്നതിലാണ്, സേവനം ചെയ്യുന്നതിലാണ് സന്തോഷം നമ്മൾ കണ്ടെത്തേണ്ടത്. അവൻ ജീവിച്ചു കാട്ടി. അവന്റെ ജീവിതം മുഴുവനും സേവനമായിരുന്നു. സേവനം ചെയ്യുമ്പോൾ നാം ദൈവത്തിന്റെ ഹൃദയത്തെ സമീപിക്കുകയാണ്. നമ്മൾ സന്തോഷം അന്വേഷിച്ച് പലയിടത്തും ഓടുന്നു. പണം, സ്ഥാനം, അംഗീകാരം. പക്ഷെ യഥാർത്ഥ സന്തോഷം ഒളിച്ചിരിക്കുന്നത് സേവനത്തിലൂടെയാണ്. ഒരു നല്ല വാക്ക്, ഒരു സഹായഹസ്തം, ഒരു സമയം നൽകൽ, ഇവയൊക്കെ ജീവിതത്തെ അർത്ഥവത്താക്കുന്നുണ്ട്. ഈ വർഷം ഒരു നല്ല പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തെ മാറ്റട്ടെ. അത് വലിയ കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ചെറിയ സേവനം അത് നമ്മൾ ദൈവത്തിനും സഹോദരങ്ങൾക്കുമായി നൽകുക. സെർവിങ് അതേഴ്സ് ഈസ് സെർവിങ് ഗോഡ് എന്നാണ് പറയുക. ദിവസവും ഒരാൾക്ക് ഒരു സഹായം, ഒരു നല്ല വാക്ക്, ഒരു ചെറിയ സേവനം, അത് കാണാൻ ആരുമില്ലായിരിക്കാം, പക്ഷേ അത് ദൈവം കാണുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്നത് സ്വന്തം സന്തോഷത്തിനായി മാത്രമാണെങ്കിൽ ജീവിതം ശൂന്യമാകും. പക്ഷേ മറ്റുള്ളവർക്കായി ജീവിച്ചാൽ ജീവിതം സമ്പൂർണ്ണമാകും. സേവനം ചെയ്യൂ, സന്തോഷം നിങ്ങളെ തീർച്ചയായും തേടിവരും. സഹയാത്രികൻ നിന്നെ സഹായിക്കട്ടെ.